അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാഹ്. ഇപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ നമ്മളെ പ്രേക്ഷകർക്കും കൂടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു കാലിക പ്രസക്തമായ ഒന്ന് രണ്ട് വിഷയങ്ങൾ നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും വേൾഡ് കപ്പ് നടക്കുക, ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് വെച്ചാൽ 4 വർഷം കൂടുമ്പോഴാണ് ഈ ലോകകപ്പ് നടക്കാറുള്ളത്. അതെ അതെ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. ഇസ്ലാം ശരിക്കും ഈ കായിക വിനോദത്തിനൊക്കെ എതിരാണോ, അല്ലെങ്കിൽ മുഴുവൻ സമയവും നമ്മൾ അതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പാടില്ല എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് ഇസ്ലാമിൽ ശരിക്കും ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങളും അതുപോലുള്ള ഒഴിവ് സമയങ്ങളൊക്കെ നമ്മൾ ചിലവഴിക്കുന്നില്ലേ, അതിൻ്റെയൊക്കെ ശരിക്കുള്ള കാര്യങ്ങൾ എന്താണ്? ഇത് നമ്മളൊരൊറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം പലരും മനസ്സിലാക്കിയതിലും അപ്പുറമാണ്. ഇസ്ലാം വളരെ ലളിതമാണ്. ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും ലളിതമാണ്. ഇപ്പോൾ ലോകം മുഴുവനും വേൾഡ് കപ്പ് നടക്കുക, പല രാജ്യങ്ങളും ഇതിൽ പ്രതിനിധീകരിക്കുന്നുണ്ട്. നമുക്കൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലോകകപ്പ് കാണുന്നതിനോ അതല്ലെങ്കിൽ വിനോദത്തിനെയോ ഇസ്ലാം ഒറ്റയടിക്ക് എതിർക്കുന്ന മതമല്ല. മറിച്ച് നമ്മളെ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ഉദാഹരണം പറഞ്ഞപ്പോൾ നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ലോകകപ്പ് എന്ന് മാത്രമല്ല എന്ത് കാര്യങ്ങളും ചെയ്യാൻ ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇതൊക്കെ നിസ്കാരം അതേപോലെ തന്നെ തൻ്റെ വിലപ്പെട്ട സമയങ്ങൾക്കൊന്നും കോട്ടം വരാതെ ഒരാൾ ലോകകപ്പ് കണ്ടു എന്നതുകൊണ്ട്, അതല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. ഇപ്പോൾ തന്നെ ലോകത്തറിയപ്പെടുന്ന വലിയ പണ്ഡിതനാണ് ഹബീബ് ഉമർ തങ്ങൾ. ഈ അടുത്ത കാലത്ത് അവർ യമനിലെ ഹദർമൗത്തിലുള്ള വലിയ മഹാനാണ്. നമ്മുടെ കേരളക്കരയിലൊക്കെ പലതവണ വന്നിട്ടുണ്ട്. നമ്മുടെ ഉലമ ഒക്കെ പലരും അവരോട് പല വിഷയത്തിന് ഇജാസത്ത് വാങ്ങാറുണ്ട്. അത്രയും പവറുള്ള മഹാനാണ്. അവരൊക്കെ തൻ്റെ ശിഷ്യന്മാർക്ക് ഒരിക്കൽ ഫുട്ബോളിന് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് വരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. മാത്രമല്ല, നമ്മുടെ പല മുസ്ലിം സ്ഥാപനങ്ങളിൽ വരേക്കും വിദ്യാർത്ഥികളെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ടർഫ്, അതല്ലെങ്കിൽ ദിവസവും വരേക്കും. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്നും ഇടപെടാം. ഞാനിപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പറയും. നമുക്കറിയാം, നമ്മൾ പൂനൂർ ഒരു ഖുർആൻ കോളേജ്, നമ്മളെ കബീർ നൂറാനിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ സ്പോർട്സ് ഡേ നമ്മൾ ഗസ്റ്റ് ആയിട്ട് നമ്മളെല്ലാവരും കൂടി പോയിരുന്നു. നിങ്ങളും പോയിട്ടുണ്ട്. അത് ഞാൻ പറയണം. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും ഒരു പീരീഡ് തന്നെ ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാം നീന്തൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളത്തിൽ വെച്ചുകൊണ്ട് നീന്തൽ പഠിച്ചതായിട്ട്, അതുപോലെ തന്നെ കുതിര സവാരി നടത്തിയതായിട്ട്, സവാരി പഠിച്ചതായിട്ട്, അതൊക്കെ പഠിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് വരെ ആക്കിയിട്ടുണ്ട്. അതായത് നീന്തൽ, അതേപോലെ തന്നെ കുതിര സവാരി, ഇതൊക്കെ വിനോദത്തിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണല്ലോ. പിന്നെ എവിടെയാ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ ഇബാദത്തുകൾക്കും അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾക്കും കോട്ടം വരുന്ന രൂപത്തിൽ നമ്മൾ എന്താക്കരുത്, ചെയ്യരുത്. അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. ഇനി ഞാൻ അതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ ഈ നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ പ്രധാനമായിട്ട് ഇസ്ലാമിനെ എതിർക്കാൻ കിട്ടുന്ന ചെറിയ ഒരു കാര്യം വന്നാൽ തന്നെ അവർ എടുത്തു പറയുന്ന ഒരു വിഷയമാണ് ഇതെന്ന് വെച്ചാൽ, നമ്മളെ പണ്ഡിതന്മാർ, സമസ്തൻ്റെ ഉലമാക്കൾ ഇംഗ്ലീഷ് ഭാഷക്കെതിരെ ഭയങ്കര പ്രശ്നമാണ്, ഇംഗ്ലീഷ് ഭാഷ നിരോധിക്കണം, അതുകൊണ്ട് ഇപ്പോൾ ഇവരെന്താക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ഭാഷകൾ പഠിപ്പിക്കുന്നു, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഭൗതിക സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട്. ഞാൻ മനസ്സിലാക്കി വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷയോടല്ല അന്ന് പ്രശ്നം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ അവരെ ഭാഷയായിരുന്നു ഇംഗ്ലീഷ്. അതുകൊണ്ട് മാത്രമാണ് നമ്മളന്ന് ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല. ബ്രിട്ടീഷുകാരുടെ പല സംസ്കാരത്തെ നമ്മൾ എതിർക്കും. അന്ന് അവരെ ഭാഷയോട് നമ്മൾ വെറുപ്പ് വെക്കാന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരോടാണ് എതിർപ്പ്. അവരുടെ സംസ്കാരത്തിനോട്, എല്ലാ സംസ്കാരത്തിലല്ല, ചില സംസ്കാരത്തിനോട് നമ്മൾ എതിർക്കും. പണ്ട് നമ്മളിപ്പോ പിന്നെ ഈ ഒരു മേഖലയിൽ കാണുന്ന ഒരു സംശയമാണ്, ഇപ്പോൾ ടി വി പണ്ട് ഭയങ്കര പ്രശ്നമാണ്, ചെകുത്താൻപട്ടി എന്നൊക്കെ പറയായിരുന്നു. ഇപ്പോൾ ടി വി സ്ക്രീൻ എന്നൊക്കെ ഇത് നമ്മൾ ദൈവത്തിൻ്റെ മേഖലയിൽ നല്ല കാര്യത്തിന് പറഞ്ഞപ്പോൾ നല്ല കാര്യത്തിന് ഉപകാരമുണ്ട്, മുറിക്കാനും പറ്റും, നമുക്ക് ഭക്ഷണം കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അതേപോലെ ഉസ്താദേ, ഈ ഒരു വിഷയം നമ്മൾ വിനോദത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം വേൾഡ് കപ്പ് നടക്കുന്ന സമയം ഇപ്പം അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സമയമായിട്ട് നേരെ എന്താ പറയുക ഓപ്പോസിറ്റാണ്. ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രി ആകുമ്പോൾ ഇവിടെ പകലാണ്. അപ്പോൾ കളിയുടെ കുറേ ഷെഡ്യൂളുകളൊക്കെ 3:30, 6:30 ഇത് നമ്മളെ പുലർച്ചെ സമയങ്ങളിൽ. അപ്പോൾ ആ കളി ഇപ്പോൾ നമ്മളെ യുവാക്കളൊക്കെ അത് കാണാറുണ്ട്. അപ്പോൾ എന്താണ് അതിപ്പോൾ അവർക്ക് കാണുന്നതിനുള്ളൊരു
ഒരു വിധി എന്നല്ല ഞാൻ ചോദിക്കുന്നത്, അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണോ? അതെ, ഇബാദത്തിന് ഈ അടുത്ത് തന്നെ ഇന്നലെ ഒരു ഉസ്താദിൻ്റെ ഒരു വീഡിയോ കണ്ട്. അവർ രാത്രി കുട്ടികൾ 3 മണിയൊക്കെ ആകുമ്പോൾ കളിയുടെ സമയത്തേക്ക് കളി കാണാൻ വരുന്നുണ്ട്. 5 മണിയാകുമ്പോൾ കളി തീർന്നു. മുഴുവനും പള്ളിയിൽ ജമാഅത്തിന് വന്നു. അതൊക്കെ നല്ല കാര്യമല്ലേ? അതൊക്കെ കളിയിലും അതേപോലെ തന്നെ നിസ്കാരത്തിന് കോട്ടം വരെ അതേ രൂപത്തിലാകുമ്പോൾ നമുക്ക് കളി കാണുന്നോണ്ട് ഒരു കുഴപ്പമില്ലല്ലോ. തീർച്ചയായിട്ടും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇസ്ലാമിൽ ഇനിയിപ്പോൾ നിസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മൾ ഹലാലായ വേറെ കാര്യം പോലും ചിലപ്പോൾ ചെയ്യാൻ പറ്റൂല അല്ലേ? അവിടെ അങ്ങനെ ഉള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വേൾഡ് കപ്പ് പറ്റുമോ കളിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫർളാണല്ലോ ആദ്യം. ഈ ചെറുപ്പക്കാരെന്ന് ഒരൊറ്റയടിക്ക് വിമർശിക്കുന്ന ഒരിക്കലും ശരിയല്ല. അവർ ചെയ്യുന്ന എത്ര നല്ല ഗുണങ്ങൾ. ഇന്നലെ തന്നെ ആ ഉസ്താദിന്റെ വീഡിയോ കണ്ടപ്പോൾ ഈ കളി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ മുഴുവനും പള്ളിയിൽ വന്ന് ജമാഅത്തായി എന്ന് പറയുമ്പോൾ അതൊക്കെ കുട്ടികളിൽ വലിയ മാതൃക, അതൊക്കെ എടുത്ത് പറയേണ്ടതാണ്. തീർച്ചയായിട്ടും. എന്തെങ്കിലും അവർ ചെയ്തൊരു ചെറിയ പ്രശ്നങ്ങൾ കണ്ട് ഇപ്പോഴത്തെ ജൻസി പിള്ളേർ നമ്മൾ കാർഡടച്ച് ആക്ഷേപിക്കുന്നതിന് പകരമായിട്ട് അവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർക്ക് നല്ല ദീനി കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ സുഹൃത്തുക്കൾ പലരും ഉണ്ട്, ഫുട്ബോളിൻ്റെ വലിയ ആരോ വരുമ്പോൾ അതിനായിട്ട് നടക്കുന്ന അതിനെ സ്നേഹിക്കുന്നവർ. അതേപോലെ തന്നെ അവർ ഇതിനെ തുടർന്ന് തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആളുകൾക്ക് സഹായങ്ങൾ വേറെ നൽകുന്നുണ്ട്. പിന്നെ എല്ലാ വിഷയത്തിലും പറയും പോലെ ഫുട്ബോളിൽ മാത്രമല്ല ഏത് വിഷയത്തിലും പരമാവധി ദൂർത്ത്, ഇപ്പൊ ഫ്ലെക്സ് ബോർഡുകളിലൊക്കെ ഉള്ള ദൂർത്തുകളിലൊക്കെ ഒന്ന് ചെറിയൊരു നിയന്ത്രണം വരുത്തി നമുക്ക് ഒന്നുകൂടെ എന്താവും ഒരു നല്ലൊരു ഇത് നമ്മുടെ അതിനു വേണ്ടി മാത്രം നമ്മൾ തുനിഞ്ഞിറങ്ങുന്ന ഒരു കാര്യം എന്തായാലും ഇസ്ലാമിനെ അനുവദിക്കുകയില്ല. വിഷയം ഇസ്ലാമിലെ ഇഖ്തിസാദ് മധ്യനില സ്വീകരിക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു ആശയമാണ് ഉസ്താദിന്റെ അടുത്ത് നമുക്ക് കിട്ടിയത് എന്ന് കരുതി നമ്മൾ നാളെ മുതൽ എല്ലാവരും കാണാത്തവരും കൂടിയും ഫുട്ബോൾ കണ്ടുപോയി നിസ്കരിക്കാൻ പോകണമെന്നുള്ളതല്ല പറയുന്നത്. ഇതിൽ അഡിക്റ്റ് ആയിട്ടുള്ള യുവാക്കളെ കാര്യമാണ് പറയുന്നത്. അവർക്ക് അത് ഒഴിവാക്കാൻ ചിലപ്പോൾ കഴിയുന്നില്ലെങ്കിലും നമ്മളെ ഫർളായ നമ്മൾ ചെയ്യേണ്ട വീട്ടിലെ കാര്യങ്ങളും അതുപോലെ നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എന്തായാലും കായികമായിട്ട് വിനോദങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇസ്ലാം വെച്ച ചില അതിർവരമ്പുകളുണ്ട്, അത് ലംഘിക്കാതെ നമ്മൾ എന്ത് വിനോദം സീമകൾ ലംഘിക്കാതെ അതാണ് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും.